Question number 71. A service pension remain undrawn for how many years is treated as lapsed? എത്ര കാലയളവ് വരെ വാങ്ങാതിരിക്കുന്ന പെൻഷനാണ് ലാപ്സ് ആയതായി കണക്കാക്കുന്നത്? ആൻസർ 3 years അഥവാ 3 വർഷം. വാങ്ങാതിരിക്കുന്ന പെൻഷൻ ലാപ്സ് ആയതായി കണക്കാക്കുന്നത് 3 വർഷമാണ്. Question number 72. A person who claims payment of arrears of pension as heir of a deceased pensioner shall required to produce which of the following documents? ഒരു മരണമടഞ്ഞ ഒരു പെൻഷൻകാരൻ്റെ പെൻഷൻ കുടിശ്ശിക വാങ്ങുന്നതിന് സമർപ്പിക്കേണ്ട രേഖ ഏത് എന്നാണ്. ഇതിൽ ഓപ്ഷനായി കൊടുത്തിരിക്കുന്നത് പെൻഷനർ ഹാഫ് ഓഫ് പെൻഷൻ പേയ്മെൻറ്റ് ഓർഡർ, ഓപ്ഷൻ ബി ഡെത്ത് സർട്ടിഫിക്കറ്റ്, ഓപ്ഷൻ സി ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ അബവ്. ആൻസർ ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്നാണ്. ഓപ്ഷൻ എ ഒന്നുകൂടെ, ഓപ്ഷൻ എ പെൻഷൻ പേയ്മെൻറ്റ് ഓർഡർ, ഓപ്ഷൻ ബി ഡെത്ത് സർട്ടിഫിക്കറ്റ്, ഓപ്ഷൻ സി അവകാശ സർട്ടിഫിക്കറ്റ് എന്നിവയെല്ലാം ഒരു മരണമടഞ്ഞ ഒരു പെൻഷൻകാരൻ്റെ പെൻഷൻ കുടിശ്ശിക വാങ്ങുന്നതിന് സമർപ്പിക്കേണ്ട രേഖകളാണ്. Question number 73. The acquittance role to obtain pays acknowledgement is prescribed in. അക്വിറ്റൻസ് റോൾ സൂക്ഷിപ്പ് സംബന്ധിച്ച ചട്ടം ഏത് എന്നാണ് ചോദ്യം. റൂൾ 432 കേരള ട്രഷറി കോഡ് വോളിയം 1 അക്വിറ്റൻസ് റോൾ സൂക്ഷിപ്പ് സംബന്ധിച്ച ചട്ടം പറയുന്നത്. ചട്ടം 432 കേരള ട്രഷറി കോഡ് വോളിയം 1. Question number 74. The details of undisbursed pay and allowance shall be entered in. വിതരണം ചെയ്യാത്ത ശമ്പളം, മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ സംബന്ധിച്ച രേഖപ്പെടുത്തലുകൾ നടത്തപ്പെടുന്ന രജിസ്റ്റർ ഏത് എന്നാണ്. ആൻസർ TR 22. വിതരണം ചെയ്യാത്ത ശമ്പളം, മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ സംബന്ധിച്ച റെക്കോർഡ് അഥവാ രേഖപ്പെടുത്തലുകൾ നടത്തുന്ന രജിസ്റ്ററിന് TR 22. Question number 75. The procedure to be adopted for disbursement of pay and allowance of a non-gazetted government servant who is on leave are laid down in. അവധിയിൽ ഉള്ള ഒരു നോൺ ഗസറ്റഡ് ജീവനക്കാരന് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നത് സംബന്ധിച്ച ചട്ടം റൂൾ 432 കേരള ട്രഷറി വോളിയം 1. അതിലാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അവധിയിലുള്ള ഒരു നോൺ ഗസറ്റഡ് ജീവനക്കാരന് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്ന സംബന്ധിച്ച കാര്യങ്ങളും ചട്ടം 432 കേരള ട്രഷറി കോഡ് വോളിയം 1. Question number 76. The date of effect of Kerala Treasury Code is. കേരള ട്രഷറി കോഡ് നിലവിൽ വന്ന വർഷം ഏതാണ്? ആൻസർ 1 ജൂലൈ 1963. ജൂലൈ 1, 1963 കേരള ട്രഷറി കോഡ് നിലവിൽ വന്ന വർഷം. Question number 77. ഗവൺമെൻറ് അക്കൗണ്ട് മീൻസ്. ഗവൺമെൻറ് അക്കൗണ്ട് എന്നാൽ അർത്ഥമാക്കുന്നത് എന്ത് എന്നാണ്. ആൻസർ എ കണ്ടിജൻസി ഫണ്ട്, ഓപ്ഷൻ ബി കൺസോളിഡേറ്റഡ് ഫണ്ട്, ഓപ്ഷൻ സി പബ്ലിക് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഗവൺമെൻറ് അക്കൗണ്ട് എന്നാൽ അർത്ഥമാക്കുന്നത് ഈ 3 കാര്യങ്ങളും അതിൽ ഉൾപ്പെടുന്നതാണ്. മേൽ പറഞ്ഞവ എല്ലാം എന്നാണ് ആൻസർ. അപ്പോൾ ഒന്നുകൂടെ നോട്ട് ചെയ്യുക. കണ്ടിജൻസി ഫണ്ട്, കൺസോളിഡേറ്റഡ് ഫണ്ട്, പബ്ലിക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്നിവയെല്ലാം ഗവൺമെൻറ് അക്കൗണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്.
Question number 78. A banking treasury means. ഒരു ബാങ്കിങ് ട്രഷറി എന്നാൽ എന്താണ്? ആൻസർ: എ ട്രഷറി വെയർ ക്യാഷ് ബിസിനസ് ഈസ് അറ്റൻഡഡ് ബൈ എ ബാങ്ക്. പണമിടപാടുകൾ ബാങ്ക് വഴി നടത്തുന്ന ട്രഷറിക്കാണ് ബാങ്കിങ് ട്രഷറി എന്നിവ പറയുന്നത്. പണമിടപാടുകൾ ബാങ്ക് വഴി നടത്തുന്ന ട്രഷറിയെയാണ് ബാങ്കിങ് ട്രഷറി എന്ന് പറയുന്നത്. Question number 79. Direct appropriation is. Direct appropriation എന്നാൽ എന്താണ്? ആൻസർ: യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട് റിസീവ്ഡ് ഫ്രം പബ്ലിക് ഫോർ ഡിപ്പാർട്ട്മെൻറ്റൽ പേയ്മെൻറ്റ്സ്. പൊതുജനത്തിൽ നിന്നും ലഭിക്കുന്ന തുക വകുപ്പുതല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനെയാണ് ഡയറക്റ്റ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. പൊതുജനത്തിൽ നിന്നും ലഭിക്കുന്ന തുക വകുപ്പുതല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനെയാണ് ഡയറക്റ്റ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. Question number 80. Who is authorized to issue order in writing to Treasury officer to make emergency payments? അടിയന്തര ചിലവുകൾ നടത്തുന്നതിന് ട്രഷറി ഓഫീസറോട് ഉത്തരവിടാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥൻ ആരാണ്? ആൻസർ: ഡിസ്ട്രിക്ട് കളക്ടർ അഥവാ ജില്ലാ കളക്ടറാണ് ഒരു അടിയന്തര ചിലവുകൾ നടത്തുന്നതിന് ട്രഷറി ഓഫീസറോട് ഉത്തരവിടാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥൻ. Question number 81. The form of specimen signature card is. സ്പെസിമെൻ സിഗ്നേച്ചർ കാർഡിൻ്റെ ഫോറം ഏതാണ്? ആൻസർ ആണ് TR-74A ആണ് സ്പെസിമെൻ സിഗ്നേച്ചർ കാർഡിൻ്റെ ഫോറം. Question number 82. Government money is kept in. ഒരു സർക്കാർ പണം നിക്ഷേപിച്ചിരിക്കുന്നത് എവിടെയാണ്? ആൻസർ: ബോത്ത് ബാങ്ക് ആൻഡ് ട്രഷറി. ബാങ്കിലും ട്രഷറിയിലുമാണ് സർക്കാർ പണം നിക്ഷേപിച്ചിരിക്കുന്നത് എന്നിവ മനസ്സിലാക്കുക. Question number 84. The procedure to be followed when excess amount paid to a drawing officer are laid down in. ഒരു ഉദ്യോഗസ്ഥന് അധിക തുക ട്രഷറിയിൽ നിന്നും നൽകിയാൽ സ്വീകരിക്കേണ്ട നടപടികൾ പ്രതിപാദിക്കുന്ന ചട്ടം ഏതാണ്? ഒരു ഉദ്യോഗസ്ഥന് അധിക തുക ട്രഷറിയിൽ നിന്നും നൽകിയാൽ സ്വീകരിക്കേണ്ട നടപടികൾ പ്രതിപാദിക്കുന്ന ചട്ടം റൂൾ 27 കേരള ട്രഷറി കോഡ് വോളിയം ചട്ടം 27 കേരള ട്രഷറി കോഡ് വാല്യം 1 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. Number 85. The transit pay of a government servant who is promoted as a gazetted officer can be claimed by the order from. ഗസറ്റഡ് ഉദ്യോഗസ്ഥനായി സ്ഥാനക്കയറ്റം ലഭിച്ച ഒരു ജീവനക്കാരൻ്റെ ട്രാൻസിറ്റ് ശമ്പളം വാങ്ങുന്നത് എപ്രകാരമാണ്? ആൻസർ: അക്കൗണ്ടൻറ്റ് ജനറലിൻ്റെ അനുവാദ പത്രിക പ്രകാരം അഥവാ ദ അക്കൗണ്ടൻറ്റ് ജനറൽ. ആൻസർ: ഗസറ്റഡ് ഉദ്യോഗസ്ഥനായി സ്ഥാനം കയറ്റം ലഭിച്ച ഒരു ജീവനക്കാരൻ്റെ ട്രാൻസിറ്റ് ശമ്പളം വാങ്ങുന്നത് അക്കൗണ്ടൻറ്റ് ജനറലിൻ്റെ അനുവാദ പത്രിക പ്രകാരമാണ്. Question number 86. The district treasury officer shall verify the balance in a non-banking treasury once in. ഒരു നോൺ ബാങ്കിങ് ട്രഷറിയിലെ ക്യാഷ് ബാലൻസ് പരിശോധന ജില്ലാ ട്രഷറി ഓഫീസിൽ നടത്തുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ്. ആൻസർ: 1 month എന്നാണ്. മാസത്തിൽ ഒരു തവണയാണ് ഒരു നോൺ ബാങ്കിങ് ട്രഷറിയിലെ ക്യാഷ് ബാലൻസ് പരിശോധന ജില്ലാ ട്രഷറി ഓഫീസിൽ നടത്തുന്നത്.
Question number 88. When a check is received, receipt in the form of dash shall be issued. ഒരു ചെക്ക് സ്വീകരിക്കുമ്പോൾ നൽകേണ്ട രസീത്ത് ഫോറം ഏത്? ആൻസർ TR6 ആണ്. ഒരു ചെക്ക് സ്വീകരിക്കുമ്പോൾ നൽകേണ്ട രസീത്ത് ഫോറം. Number 89. The cash balance in the cash book is verified by the head office at the end of. ക്യാഷ് ബുക്ക് പ്രകാരമുള്ള പണം നീക്കിയിരിപ്പ് ഓഫീസ് തലവൻ പരിശോധിക്കുന്നത് എപ്പോഴാണ്? ആൻസർ ദ മന്ത് അഥവാ മാസാവസാനമാണ് ക്യാഷ് ബുക്ക് പ്രകാരമുള്ള പണം നീക്കിയിരിപ്പ് ഓഫീസ് തലവൻ പരിശോധിക്കുന്നത്. Question number 90. The form of cash book is. ക്യാഷ് ബുക്കിൻ്റെ ഫോറം ഏതാണ്? TR7A ആണ് ക്യാഷ് ബുക്കിൻ്റെ ഫോറം. Number 91. Statement of lapsed deposit under Rule 93(4) of Kerala Treasury Code Volume 1 shall be prepared by. ചട്ടം 93(4) KTC വോള്യം 1 പ്രകാരമുള്ള ലാപ്സ്ഡ് ഡെപ്പോസിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത് ആരാണ്? ആൻസർ PD അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ എന്നാണ് ആൻസർ വന്നിരിക്കുന്നത്. ദ ഓഫീസർ ഹു മെയിൻറ്റെയിൻ എ PD അക്കൗണ്ട് എന്നാണ് ആൻസർ. Question number 92. The procedure to be followed in regard to charitable endorsement are laid down in. ചാരിറ്റബിൾ എൻഡോമെൻറ്റ് നടപടിക്രമങ്ങൾ പ്രതിപാദിക്കുന്ന ചട്ടം ഏതാണ്? ആൻസർ റൂൾ 93C കേരള ട്രഷറി കോഡ് വോളിയം 1. ചാരിറ്റബിൾ എൻഡോഴ്സ്മെൻറ്റ് നടപടിക്രമങ്ങൾ പ്രതിപാദിക്കുന്ന ചട്ടം 93C കേരള ട്രഷറി. Question number 93. The Challan number book is in the form of. ചലാൻ നമ്പർ ബുക്കിൻ്റെ ഫോറം ഏതാണ്? ആൻസർ TR16 അഥവാ TR16 ആണ് ചലാൻ നമ്പർ ബുക്കിൻ്റെ ഫോറം. Question number 94. Anamat balance register is prepared in the form of. 94. അനാമത്ത് ബാലൻസ് രജിസ്റ്ററിൻ്റെ ഫോറം ഏതാണ്? TR19 ആണ് അനാമത്ത് ബാലൻസ് രജിസ്റ്ററിൻ്റെ ഫോറം. TR19 ആണെന്ന് മനസ്സിലാക്കുക. Question number 95. The procedure to be followed for remitting money to government account by private person is given in. ഒരു സ്വകാര്യ വ്യക്തി സർക്കാർ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കുമ്പോൾ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ പ്രതിപാദിക്കുന്ന ചട്ടം ഏതാണ്? റൂൾ 102 കേരള ട്രഷറി കോഡ് വോളിയം 1. ചട്ടം 102 കേരള ട്രഷറി കോഡ് വോളിയം 1 ഒരു സ്വകാര്യ വ്യക്തി സർക്കാർ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കുമ്പോൾ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ പ്രതിപാദിക്കുന്ന ചട്ടം. Question number 96. The form of challan for remitting money into government account is. ഗവൺമെൻറ് അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കുന്ന ചലാൻ്റെ ഫോറം TR12 അഥവാ TR12 ആണ് ഗവൺമെൻറ് അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കുന്ന ചലാൻ്റെ ഫോറം നമ്പർ.
Question number 98. The content in the currency chest are the property of. കറൻസി ചെസ്റ്റിലെ വസ്തുക്കളുടെ ഉടമസ്ഥാവകാശം ആർക്കാണ്? ആൻസർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഭാരതീയ റിസർവ് ബാങ്കിനാണ് കറൻസി ചെസ്റ്റിലെ വസ്തുക്കളുടെ ഉടമസ്ഥാവകാശം. Question number 99. When a challan of remittance into government account is lost, the treasury officer can issue. ഒരു സർക്കാർ അക്കൗണ്ടിലേക്ക് പണം അടച്ച ഒരു ചലാൻ നഷ്ടപ്പെട്ടു പോയി. അതിനു പകരം ട്രഷറി ഓഫീസർ നൽകുന്നത് റെമിറ്റൻസ് സർട്ടിഫിക്കറ്റാണ് നൽകുന്നത്. ആൻസർ സർട്ടിഫിക്കറ്റ് ഓഫ് റെമിറ്റൻസ് ആണ്. ഒരു സർക്കാർ അക്കൗണ്ടിലേക്ക് പണം അടച്ച ഒരു ചലാൻ നഷ്ടപ്പെട്ടു പോയാൽ അതിനു പകരം ട്രഷറി ഓഫീസർ നൽകുന്നത് റെമിറ്റൻസ് സർട്ടിഫിക്കറ്റാണ് എന്നിവ മനസ്സിലാക്കുക. Question number 100. The currency chest balance consist of. ഒരു അല്ലെങ്കിൽ കറൻസി ചെസ്റ്റ് ബാലൻസിൽ ഉള്ളത് എന്താണ് എന്നാണ്. കറൻസി ചെസ്റ്റ് ബാലൻസിൽ ഉള്ളത്. ആൻസർ ദ കറൻസി നോട്ട് വിച്ച് ആർ ട്രീറ്റഡ് ആസ് നോട്ട് ഇൻ സർക്കുലേഷൻ. പ്രചാരത്തിലില്ലാത്ത കറൻസി നോട്ടുകളെയാണ് കറൻസി ചെസ്റ്റ് ബാലൻസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ കറൻസി ചെസ്റ്റ് ബാലൻസിൽ ഉള്ളത് പ്രചാരത്തിലില്ലാത്ത കറൻസി നോട്ടുകളാണ് എന്നിവ നിങ്ങൾ മനസ്സിലാക്കുക. ഇതോടെ നമ്മുടെ 100 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ജനുവരി 2016 കേരള ട്രഷറി കോഡ് ലോവറിലെ അക്ഷരക്കോഡ് അഥവാ കോഡ് നമ്പർ ബിയിൽ ഉൾപ്പെട്ട് വന്ന ക്വസ്റ്റ്യനുകളാണ് നമ്മൾ 100 ചോദ്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ ഈ കേരള ട്രഷറി കോഡിൽ കൂടുതൽ പേരും വന്നത് ഈ ഫോമിനെ കുറിച്ചിട്ടാണ്. TR ഈ ബുക്കിൻ്റെ ഫോറമാണ് ഇതിൽ കൂടുതൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ആ ഫോറം പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതുകൂടി ഇനിയും ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുവാൻ നമ്മൾ ശ്രമിക്കുന്നതാണ്. ട്രഷറി കോഡ് 2016 ജൂലൈയിൽ വന്ന ക്വസ്റ്റ്യനുകളാണ് ഇനി അടുത്തത് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. എല്ലാവരും ഈ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക എന്നിവ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ.